ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. ഇന്ന് നമ്മൾ കാണുന്നത് 27-ാമത്തെ ശ്ലോകമാണ്. അതിനകത്തെ എല്ലാ നാമങ്ങളും ഇന്ന് കാണുന്നുണ്ട്. ശ്ലോകം ഇങ്ങനെയാണ്: അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ട സൃഷ്ടകൃച്ഛുചിഃ സിദ്ധാർത്ഥ സിദ്ധസങ്കൽപ്പ സിദ്ധിദ സിദ്ധിസാധനഃ. ഇതില് 247-ാമത്തെ നാമമായ അസംഖ്യേയ എന്നതാണ് ആദ്യം കാണുന്നത്. അസംഖ്യേയൻ എന്ന് പറഞ്ഞാൽ എണ്ണാൻ യാതൊന്നുമില്ലാത്തത് ആണ് അസംഖ്യേയൻ. ഒരു വസ്തുവിൽ പലത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ എണ്ണാൻ പറ്റുകയുള്ളൂ. ഒന്ന് മാത്രമേ ഉള്ളെങ്കിൽ അതിൽ എണ്ണാൻ വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ യാതൊന്നും ഉള്ളിൽ ഇല്ലാത്ത, യാതൊരു വൈവിധ്യങ്ങളും ഇല്ലാത്തവനാണ് അസംഖ്യേയൻ. ശങ്കരാചാര്യർ അതിനെ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്: യസ്മിൻ സംഖ്യാ നാമരൂപ ഭേദാദിഭിഹി ന വിദ്യത ഇതി അസംഖ്യേയഃ. സംഖ്യ അതായത് നാമരൂപ ഭേദങ്ങൾ ഇല്ലാത്തതിനാൽ അസംഖ്യേയൻ. നാമരൂപങ്ങളുടെ രൂപത്തിൽ അനേകം സംഖ്യകൾ, അതായത് സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അനേകം വസ്തുക്കൾ ഇല്ലാത്തവൻ ആകയാൽ ഭഗവാനെ അസംഖ്യേയൻ എന്ന് വിളിക്കുന്നു. ഏകം അദ്വിതീയം ആണല്ലോ ഭഗവാൻ. എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്തവനാണ് അസംഖ്യേയൻ. സംഖ്യ എന്നാൽ എണ്ണാൻ കഴിയുന്ന ഒരളവാണ്, ഒരു ഡെഫിനിറ്റ് നമ്പറാണ് സംഖ്യ എന്ന് പറയുന്നത്. അസംഖ്യേയൻ എന്ന് പറഞ്ഞാൽ എണ്ണാൻ കഴിയാത്തത്, ഒരു ഡെഫിനിറ്റ് നമ്പർ ഇല്ലാത്തത്. ഒന്നുകിൽ അത് വളരെ അധികമുള്ളത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഒന്ന് മാത്രമായിട്ടുള്ളതാണെങ്കിലും അസംഖ്യേയൻ എന്ന് പറയാം. ഇവിടെ ഭഗവാന്റെ മഹിമകൾ എണ്ണാൻ കഴിയാത്തതാണ് എന്നാണ് പറയുന്നത്. എവിടെയെങ്കിലും അല്പമെങ്കിലും മഹിമയുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാന്റെ മഹിമ തന്നെയാണ്. എല്ലാ നാമരൂപങ്ങളും ഭഗവാന്റെ മഹിമയെ മാത്രമാണ് വർണ്ണിക്കുന്നത്. ഇതാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്. വിഭൂതി യോഗത്തില് അവസാന ഭാഗത്തിൽ കൃഷ്ണൻ പറയുന്നത് ഇങ്ങനെയാണ്: യദ്യത് വിഭൂതിമത് സത്വം ശ്രീമദൂർജിനമേവ തത്തദേവാവഗച്ഛത്വം മമ തേജോംസ സംഭവം. ഐശ്വര്യത്തോടു കൂടിയോ ശ്രീയോടു കൂടിയോ കരുത്തോടു കൂടിയോ ഉള്ള ഏതു വസ്തുവും എന്റെ തേജസ്സിന്റെ ഒരു അംശത്തിൽ നിന്നുണ്ടായതാണ്. നിർഗുണ ബ്രഹ്മൻ എന്ന നിലയ്ക്ക് ഭഗവാൻ നാമരൂപങ്ങളോ ഗുണങ്ങളോ ഒന്നുമില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ ഒരളവും ഭഗവാന് ബാധകമല്ല. അതുകൊണ്ട് ഭഗവാൻ അപ്രമേയനാണ്. അസംഖ്യേയൻ എന്നുള്ളത് നിർഗുണ ബ്രഹ്മത്തിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഏകം അദ്വിതീയമായിട്ടുള്ളതായതുകൊണ്ട് എണ്ണാൻ യാതൊന്നുമില്ല എന്നുള്ള അർത്ഥം എടുക്കാം. അത് സഗുണ സാകാര രൂപത്തിലുള്ള ഈശ്വരനെയാണ് എടുക്കുന്നതെങ്കിൽ ഈശ്വരന്റെ മഹിമ അസംഖ്യമാണ്, അതായത് അളവില്ലാത്തതാണ്. ഇങ്ങനെ രണ്ടു വിധത്തിലും അതിനെ അർത്ഥമെടുക്കാം. ഇനി സംഖ്യ എന്ന പദത്തിന് ബുദ്ധി, വിചാരം തുടങ്ങിയ അർത്ഥങ്ങളുമുണ്ട്. അതുകൊണ്ട് അസംഖ്യേയം എന്ന വാക്കിന് അപാര ബുദ്ധിയുള്ളവനെന്നും വിചാരങ്ങൾക്കതീതൻ എന്നും അർത്ഥം പറയാം. ഭഗവാൻ സർവജ്ഞനും മനസ്സ വാച അഗോചരനുമാണ്. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും പ്രാപിക്കപ്പെടാത്തവനുമാണ്. അതുകൊണ്ട് അപ്രമേയനാണ്. അപ്രമേയനായതുകൊണ്ട് തന്നെ അസംഖ്യേയനുമാണ്. അടുത്ത നാമം 248 അപ്രമേയാത്മാ എന്നതാണ്. ഏതാണ്ട് സിമിലർ മീനിങ് ആണ് ഇവിടെയും. അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തവനാണ് അപ്രമേയാത്മ. ശങ്കരാചാര്യർ പറയുന്നത് അപ്രമേയ ആത്മാ സ്വരൂപം അസ്യേതി അപ്രമേയാത്മ. വളരെ സിമ്പിളാണ്, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ഇതില്. അപ്രമേയമായ, അതായത് പ്രമാണങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത ആത്മാവോട് കൂടിയവൻ, അല്ലെങ്കിൽ സ്വരൂപത്തോടു കൂടിയവൻ അപ്രമേയാത്മാവ്. ഏതെങ്കിലും ഒരു പ്രമാണത്തിൽ കൂടി അറിയുന്നതിനെയാണ് പ്രമേയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒബ്ജക്ടിഫൈ ചെയ്യാൻ കഴിയുന്ന ഒന്ന്, ഇത് ഈ സാധനമാണ് എന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഒന്നിനെയാണ് പ്രമേയം എന്ന് പറയുന്നത്. വസ്തുനിഷ്ഠമാക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ ഒബ്ജക്ടിഫൈ ചെയ്യാൻ കഴിയാത്തതിനെ അപ്രമേയം എന്നും പറയും. ഭഗവാന്റെ സ്വരൂപം ഒബ്ജക്ടിഫൈ ചെയ്യാൻ പറ്റാത്തതാണ്.
കാരണം ഭഗവാൻ സ്വന്തം സ്വരൂപമാണ്, സബ്ജക്റ്റ് ആണ്. സബ്ജക്ട് ക്യാൻ നെവർ ബി ഒബ്ജക്ടിഫൈഡ്. ബേസിക് ഫണ്ടമെന്റൽ റൂളാണ്. അതിനാൽ ഭഗവാൻ അപ്രമേയാത്മാവാണ്. ഈ കാണാവുന്നതും കാണാൻ കഴിയാത്തതുമായ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ തന്നെ പ്രകടിത രൂപമാണ്, അതായത് മാനിഫെസ്റ്റ് ഫോമാണ്. നമുക്ക് കാണാൻ കഴിയുന്ന നിറങ്ങൾ അനേകമുണ്ട്. കറുപ്പ്, വെളുപ്പ്, ചുവപ്പ്, പച്ച, അങ്ങനെ ഇത് രണ്ടും കൂടെ കൂടിയ കളറുകളും, അങ്ങനെ അനേകായിരം നിറങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദങ്ങൾ അനേകമുണ്ട്. അങ്ങനെ എല്ലാ നാമങ്ങളും രൂപങ്ങളും ഭഗവാന്റെ പ്രകടിത രൂപമാണ്, മാനിഫെസ്റ്റ് ഫോമിലാണ് എല്ലാ നാമങ്ങളും രൂപങ്ങളും ഉള്ളത്. ഈ വിശ്വത്തെ ഒന്നായി അളക്കാനോ അനുഭവിച്ചറിയാനോ ഒരു ഇന്ദ്രിയങ്ങൾ കൊണ്ടും സാധ്യമല്ല. എന്നാൽ ഭഗവാന്റെ സ്വരൂപം ഒന്ന് മാത്രമാണ് താനും. ഇത് തന്നെയാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. അവ്യക്തോയമചിന്യോയം അവികാരോയമുച്യതേ. എന്റെ സ്വരൂപം അവ്യക്തവും അചിന്യവും അവികാരവും ആണ്. അവ്യക്തമാണ്, ചിന്തിക്കാൻ പറ്റാത്തതാണ്, മനസ്സുകൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റാത്തതാണ്. അവികാരമാണ്, അതായത് മാറ്റമില്ലാത്തതുമാണ്. എന്നാൽ ഭഗവാൻ സ്വയം പ്രകാശവാനായതുകൊണ്ട് ഭഗവാനെ പ്രത്യേകം അറിയേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് അപ്രമേയനാണെങ്കിലും ഭഗവാൻ എക്സ്പീരിയൻസിബിൾ ആണ്. നമുക്ക് ഭഗവാൻ തന്നെയാണ് എപ്പോഴും നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടിരിക്കുന്നത്. എല്ലാ എക്സ്പീരിയൻസിലും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാൻ തന്നെയാണ് താനും. അടുത്തതായി 249 നാമം വിശിഷ്ട എന്നതാണ്. വിശിഷ്ടൻ ആയിട്ടുള്ളവൻ, അല്ലെങ്കിൽ വിശേഷം ഉള്ളവൻ, വിശേഷ ഗുണങ്ങൾ ഉള്ളവൻ, മേന്മയുള്ളവൻ, വിശിഷ്ടൻ. ശങ്കരാചാര്യർ വളരെ സിമ്പിളായിട്ട് അതിശയതേ സർവമതോ വിശിഷ്ട ഇത്രയേ പറയുന്നുള്ളൂ. സകലതിനെയും അതിശയിപ്പിക്കുന്നതിനാൽ വിശിഷ്ടൻ. മറ്റെല്ലാവരെക്കാളും ശ്രേഷ്ഠനും അവരെ എല്ലാം കവച്ചു വെക്കുന്നവനുമാണ് ഭഗവാൻ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും കവച്ചു വെക്കുന്നു എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. കാരണം പ്രപഞ്ചത്തിൽ ഭഗവാൻ അല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. ഭഗവാനുമായി താരതമ്യം ചെയ്യാൻ വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ അതിനേക്കാൾ മികച്ചതൊന്നും ഉണ്ടാവുക എന്നത് സാധ്യമേ അല്ല. മറ്റെല്ലാം തന്നെ തന്റെ നിലനിൽപ്പിനും മഹിമയ്ക്കും ഭഗവാനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ഇതാണ് വിശ്വരൂപ ദർശനത്തിൽ അർജുനൻ പറയുന്നത്. അത്വത് സമോസ്തി അപ്യധിക കുതോന്യഃ ലോകത്രയേവി അപ്രതിഭ പ്രഭാവ. അതായത് പ്രഭാവത്തിലും ബലത്തിലും അങ്ങേക്ക് തുല്യനായി തന്നെ ഈ 3 ലോകങ്ങളിലും ആരുമില്ല. പിന്നെ അങ്ങയേക്കാൾ ശ്രേഷ്ഠന്മാരുണ്ടാകുന്നത് എങ്ങനെയാണ്? അതാണ് വിശിഷ്ടൻ എന്ന വാക്കിന്റെ അർത്ഥം. അടുത്തത് ശിഷ്ടകൃത് എന്നതാണ്. ശിഷ്ടകൃത് എന്നാൽ ധർമ്മവും പ്രകൃതി നിയമങ്ങളും ഉണ്ടാക്കുന്നവനും അതുവഴി സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നവനുമാണ്. ശങ്കരാചാര്യർ പറയുന്നു, ശിഷ്ടം ശാസനം തത് കരോതി ഇതി ശിഷ്ടകൃത്, ശിഷ്ടാൻ കരോതി പാലയതി ഇതി വാ. ശിഷ്ടം എന്നാൽ ശാസനം, ശാസിക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ശാസനം ചെയ്യുന്നവർ ശിഷ്ടകൃത്ത്. അഥവാ ശിഷ്ടന്മാരെ, സജ്ജനങ്ങളെ ഉണ്ടാക്കുന്നതിനാലും എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സജ്ജനങ്ങളാക്കി മാറ്റുന്നതിനാലും അവരെ സംരക്ഷിക്കുന്നതിനാലും ശിഷ്ടകൃത്ത്. ധർമ്മവും പ്രകൃതി നിയമവും എല്ലാം നിർമ്മിക്കുകയും, അതായത് അതൊക്കെ സെറ്റപ്പ് ചെയ്യുകയും അതിനെ പരിപാലിക്കുകയും വഴി ലോകത്തെ രക്ഷിക്കുകയും ചെയ്യുന്നതിനാൽ ഭഗവാനെ ശിഷ്ടകൃത് എന്ന് വിളിക്കുന്നു. പ്രകൃതി നിയമങ്ങൾ ഉണ്ടാക്കുകയും ഓരോ കർമ്മങ്ങൾക്കും പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങൾക്കും അതിന്റെ ബൗണ്ടറി നിശ്ചയിക്കുകയും ചെയ്യുന്നത് ഭഗവാനാണ്. ഭൂമിയെ അതിന്റെ അച്ചുതണ്ടിൽ കറക്കി ദിനരാത്രങ്ങളും സൂര്യനെ ചുറ്റും കറക്കി ഋതുക്കളും ഉണ്ടാക്കുന്നതും എല്ലാ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും അതാതിന്റെ പരിധിയിൽ നിർത്തി കൂട്ടിമുട്ടാതെ കാക്കുന്നതും ഭഗവാനാണ്. അതുപോലെ തന്നെ -4 ഡിഗ്രിയിൽ താഴുമ്പോൾ വെള്ളം വികസിക്കുന്നത് വഴി കടലുകളും ജലാശയങ്ങളും ഉറഞ്ഞു പോകാത്തതും ഈ പ്രകൃതി നിയമം മൂലമാണ്. പോരെങ്കിൽ സമുദ്രത്തിലെ ജലം മുഴുവൻ ഉപ്പുവെള്ളമായിരിക്കുന്നത് തണുപ്പുകാലത്ത് ഉറഞ്ഞു പോയി അതിലെ ജീവജാലങ്ങൾ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉപ്പുള്ള വെള്ളം അത്ര വേഗം ഉറയില്ലല്ലോ. അങ്ങനെ
പ്രകൃതിയിലുള്ള എല്ലാ നിയമങ്ങളും ഭഗവാന്റെ തന്നെ നിയമങ്ങളാണ്. അതുവഴി ഭഗവാൻ ജീവജാലങ്ങളെയും പ്രപഞ്ചത്തെയും നാശത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ശിഷ്ടം എന്ന വാക്കിന് ശിഷ്ടന്മാർ അല്ലെങ്കിൽ സജ്ജനങ്ങൾ എന്നും അർത്ഥമുണ്ട്. കർമ്മനിയമങ്ങളും ധർമ്മനിയമങ്ങളും വഴി ജനങ്ങളെ ധർമ്മികളാക്കി മാറ്റുകയും അങ്ങനെയുള്ള സജ്ജനങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്നത് കാരണം ഭഗവാനെ ശിഷ്ടകൃത് എന്ന് പറയുന്നു. ദേവർഷി നാരദന്റെ രൂപത്തിൽ ഒരു കള്ളനായിരുന്ന രത്നാകരനെ മഹാനായ വാൽമീകി മഹർഷിയാക്കി തീർത്തത് ഭഗവാൻ തന്നെയാണല്ലോ. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും നിഷേധിയുമായിരുന്ന ബാലകൃഷ്ണനെ ഒരു ചിന്മയാനന്ദനാക്കിയതും അവിശ്വാസത്തിലും സംശയത്തിലും കുടുങ്ങിക്കിടന്ന ഒരു നരേന്ദ്രനെ ആഷഭാരത സംസ്കാരത്തെ ലോകത്തിന്റെ ഓരോ മൂലയിലും എത്തിച്ച വിവേകാനന്ദനാക്കിയതും ഭഗവത് കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ്. മനസ്സിന് ശാന്തി നൽകുന്നവൻ ആകയാലും ഭഗവാനെ ശിഷ്ടകൃത് എന്ന് പറയും. അടുത്ത നാമം 251 ശുചി എന്നതാണ്. ഇതേ നാമം 155 നമ്മൾ ഒരിക്കൽ കണ്ടിരുന്നു. ശുദ്ധനായിരിക്കുന്നവനാണ് ശുചി. ശങ്കരാചാര്യര് നിരഞ്ജനഃ ശുചിഹി, കളങ്കരഹിതനാകയാൽ ശുചി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 155 നാമത്തിൽ ശുദ്ധമായതും ശുദ്ധമാക്കുന്നതും എന്നാണ് ഈ നാമത്തിന്റെ അർത്ഥം കണ്ടത്. ഇവിടെ എപ്പോഴും ശുദ്ധമായിരിക്കുന്നവനും ഒരിക്കലും കളങ്കപ്പെടാത്തവനുമാണ് ഭഗവാൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ ശുചി എന്ന് പറയുന്നത്. തന്റെ ശക്തിയായ മായയെ തന്റെ അധീനതയിൽ, തന്റെ കൺട്രോളിൽ നിർത്തിയിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ മായയുടെ ആവരണ വിക്ഷേപ ശക്തികൾക്ക് അതീതനാണ്. മനസ്സിന്റെ ഷഡ് മാലിന്യങ്ങൾ, 6 വിധത്തിലുള്ള മാലിന്യങ്ങൾ ആയ കാമക്രോധ രാഗ ദ്വേഷ മതമാത്സര്യങ്ങൾ ഒന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. അതിനാൽ ഭഗവാൻ സദാ ശുചിയാണ്. അടുത്ത നാമം സിദ്ധാർത്ഥ എന്നതാണ്. സിദ്ധാർത്ഥൻ, ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ കഴിവുള്ളവനാണ് സിദ്ധാർത്ഥൻ. സിദ്ധോ നിവൃത്ത അർത്ഥമാനോ അർത്ഥോ അസ്യേതി സിദ്ധാർത്ഥ സത്യകാമ ഇതി ശ്രുതേ. അർത്ഥിക്കപ്പെടുന്ന, അതായത് ഇച്ഛിക്കുന്ന, ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സിദ്ധമാകയാൽ, അതായത് സിദ്ധിച്ചെടുത്തവൻ, നേടിയവൻ ആയതാണ് സിദ്ധാർത്ഥൻ. അതായത് ഭഗവാൻ ഏത് കാര്യം ആഗ്രഹിച്ചാലും അത് എപ്പോഴും സിദ്ധമാകും എന്നർത്ഥം, നേടിച്ചെടുക്കും എന്നർത്ഥം. ഛാന്തോക്യോപനിഷത്തിൽ ഭഗവാൻ സത്യകാമനാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിനാലും സിദ്ധാർത്ഥനാണ്. കാമനകളെല്ലാം സത്യമായി ഭവിക്കുന്നവനാണ് സത്യകാമൻ. എല്ലാ അർത്ഥങ്ങളും അല്ലെങ്കിൽ പുരുഷാർത്ഥങ്ങൾ, ആഗ്രഹങ്ങളും സിദ്ധിച്ചവൻ അല്ലെങ്കിൽ നേടിയെടുത്തവൻ ആണ് സിദ്ധാർത്ഥൻ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്നവൻ. ഒരു ജീവൻ ആഗ്രഹിക്കുന്ന വസ്തുക്കളെയാണ് പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. തത്വബോധത്തിൽ നമ്മൾ കണ്ടുവന്നത് അവയെ അർത്ഥം, കാമം, ധർമ്മം, മോക്ഷം എന്നിങ്ങനെ 4 തിരിക്കാം. മനുഷ്യർക്ക് ഇവയെല്ലാം ഓരോന്നോരോന്നായി തന്നെ നേടണം. ഇവയെ എല്ലാം നേടിക്കഴിഞ്ഞാൽ അവനെ സിദ്ധാർത്ഥൻ എന്ന് പറയും. എന്നാൽ എല്ലാ പുരുഷാർത്ഥങ്ങളും നേടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഭഗവാന്റെ കൃപ കൂടാതെ ഒരിക്കലും നടക്കുകയുമില്ല. പരമപുരുഷാർത്ഥമായ ആത്മജ്ഞാനവും അതുകൊണ്ടുണ്ടാകുന്ന മോക്ഷവും നേടിയവനെ സിദ്ധാർത്ഥൻ എന്ന് പറയും. കാരണം പരമപുരുഷാർത്ഥമായ മോക്ഷം നേടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ പുരുഷാർത്ഥങ്ങളും അതിൽ ഉൾപ്പെട്ടു കഴിഞ്ഞു. പിന്നെ അവന് ആഗ്രഹങ്ങളില്ല, പിന്നെ അവന് കാമനകളില്ല, വേറെ ഒന്നും നേടാനുമില്ല. ജീവന് ഇതെല്ലാം സ്വയം നേടിയെടുക്കണം. എന്നാൽ എല്ലാ പുരുഷാർത്ഥങ്ങളും ഭഗവാനിൽ തന്നെ അടങ്ങിയിരിക്കുന്നതിനാൽ ഭഗവാൻ ഒന്നും നേടാനില്ല. ഛാന്തോക്യോപനിഷത്തിൽ സത്യകാമൻ എന്നും ആണ് ഭഗവാനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആഗ്രഹങ്ങളെല്ലാം സങ്കല്പമാത്രയിൽ സാധിക്കുന്നവനാണ്. കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട് 3-ാം അധ്യായത്തില്, നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. ഹേ പാർത്ഥ, എനിക്ക് ചെയ്യേണ്ടതായി 3 ലോകങ്ങളിലും ഒന്നും തന്നെയില്ല. 3 ലോകങ്ങളിലും എനിക്ക് നേടേണ്ടതായോ നേടാൻ കഴിയാത്തതായോ ഒന്നും തന്നെയില്ല. എന്നിട്ടും ഞാൻ കർമ്മം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ എല്ലാ പുരുഷാർത്ഥങ്ങളും നേടിയെടുത്തവൻ അല്ലെങ്കിൽ എല്ലാം തികഞ്ഞവൻ എന്ന അർത്ഥത്തിൽ ഭഗവാൻ സിദ്ധാർത്ഥനാണ്. അടുത്തത് സിദ്ധസങ്കല്പൻ, സങ്കല്പങ്ങളെല്ലാം സാധിക്കുന്നവനാണ്.
സിദ്ധ നിഷ്പന്നഃ സങ്കല്പഃ അസ്യേതി സിദ്ധസങ്കല്പഃ സത്യസങ്കല്പഃ ഇതി ശ്രുതേ. സങ്കല്പങ്ങൾ സിദ്ധമാകയാൽ പൂർണ്ണമാകയാൽ സത്യസങ്കല്പൻ. ഛാന്തോക്യ ഉപനിഷത്തിൽ ഭഗവാൻ സത്യസങ്കല്പനാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിനാലും സങ്കല്പൻ. ഇവിടെ ഒരു ഡൗട്ട് ഉണ്ടാകാം. സത്യകാമനും സത്യസങ്കല്പനും, കാമങ്ങളും സങ്കല്പങ്ങളും, ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? നമുക്ക് സങ്കല്പം എന്ന് പറയുന്നത് മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചിന്തയാണ്. ഒരു വസ്തുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിനെയാണ് സങ്കല്പം എന്ന് പറയുന്നത്. ആ ഒരു സങ്കല്പം ഉണ്ടായി കഴിയുമ്പോഴാണ് നമുക്കത് വേണമെന്നോ അല്ലെങ്കിൽ അതില്ലാതെയാകണമെന്നോ ഒരു ആഗ്രഹം ഉണ്ടാകുന്നത്. സങ്കല്പമാണ് കാമത്തിന്റെ പുറകിലുള്ള ശക്തി. റൂട്ട് കോസ് എന്ന് പറയുന്ന സങ്കല്പമാണ്. ആ ഒരു സങ്കല്പത്തിൽ നിന്നാണ് എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടാകുന്നത്. സങ്കല്പിച്ചതെല്ലാം അല്ലെങ്കിൽ സങ്കല്പിക്കുന്നതെല്ലാം സാക്ഷാത്കരിക്കുന്നവനാണ് സിദ്ധസങ്കല്പൻ. ഭഗവാൻ എന്തെങ്കിലും ഒരു സങ്കല്പമോ ഒരു ആശയമോ ഒരു ലക്ഷ്യമോ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ സങ്കല്പം മാത്രയിൽ തന്നെ സാധിച്ചിരിക്കും. അത് നമ്മുടെ സ്വപ്നങ്ങൾ പോലെയാണ്. സ്വപ്നത്തിൽ നമുക്കൊരു പർവ്വതമോ മനോഹരമായ ഒരു കൊട്ടാരമോ എന്തെങ്കിലും മനസ്സിൽ വരികയാണെങ്കിൽ അത് ഉടൻ തന്നെ സ്വപ്നത്തിൽ കണ്ടു കഴിയും. നമ്മൾ അതിനകത്തായി കഴിയും. മനസ്സിലെ വിചാരം, അതായത് സങ്കല്പവും സ്വപ്നത്തിലെ കാഴ്ചയും അനുഭവവും ഒരുമിച്ച് നടക്കും. മനസ്സിലെ ആ ചിന്ത തന്നെയാണ് പർവ്വതവും കൊട്ടാരവും എല്ലാ അനുഭവങ്ങളും നമുക്ക് സ്വപ്നത്തിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ സങ്കല്പങ്ങളെല്ലാം അതാത് സമയത്ത് തന്നെ നടന്നു കഴിയും. ഛാന്തോക്യ ഉപനിഷത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഏഷ ആത്മാപഗത പാപ്മാ വിചരോ വിമൃത്തിർവിശോകോ വിജിഖൽസോ പിപാസ സത്യകാമഃ സത്യസങ്കല്പഃ. ഈ ആത്മാവ് അല്ലെങ്കിൽ നമ്മൾ ഭഗവാൻ എന്നൊക്കെ പറയുന്ന ബ്രഹ്മൻ യാതൊരു കളങ്കവും ഏൽക്കാത്തതും ഒരിക്കലും ക്ഷയിക്കാത്തതും നാശമില്ലാത്തതും വിശപ്പ് ദാഹം തുടങ്ങിയതൊന്നും ഇല്ലാത്തതും സത്യസങ്കല്പനും സത്യകാമനും ആണ്. സത്യകാമനും സത്യസങ്കല്പനുമായ ഭഗവാൻ സിദ്ധാർത്ഥനും സിദ്ധസങ്കല്പനുമാണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റഡ് ആണ്. സത്യകാമൻ ആഗ്രഹിക്കുന്നതിലെല്ലാം സാധിക്കാൻ കഴിവുള്ളവനും സിദ്ധാർത്ഥൻ ആഗ്രഹിച്ചെല്ലാം സാധിച്ചു കഴിഞ്ഞവനുമാണ്. മനുഷ്യർക്ക് ആഗ്രഹിക്കുന്നത് സാധിക്കാൻ പ്രയത്നിക്കണം. എന്നാൽ ഭഗവാനാകട്ടെ ആഗ്രഹിച്ച മാത്രയിൽ തന്നെ അത് സാധിച്ചു കഴിയും. ഇതാണ് ജീവനും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് സിദ്ധിത. സിദ്ധിതൻ, വിജയം നൽകുന്നവനാണ് സിദ്ധിത. ശങ്കരാചാര്യർ പറയുന്നത് സിദ്ധിം ഫലം കർത്തൃഭ്യഃ സ്വ അധികാര അനുരൂപതോ ദദാതി ഇതി സിദ്ധിതഃ. കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അവരവരുടെ അധികാരമനുസരിച്ച്, അതായത് അവരവരുടെ എലിജിബിലിറ്റി അനുസരിച്ച് സിദ്ധിയെ അല്ലെങ്കിൽ ഫലത്തെ പ്രദാനം ചെയ്യുന്നവനാകയാൽ ഭഗവാൻ സിദ്ധിതൻ ആണ്. ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കുന്നവനാണ് സിദ്ധിതൻ. എല്ലാവർക്കും അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലത്തെ കൊടുത്ത് അവരുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ആഗ്രഹങ്ങളെല്ലാം സഫലമായി തീരുന്നത്. അങ്ങനെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി തീർക്കുന്നതിനാൽ ഭഗവാനെ സിദ്ധിതൻ എന്ന് വിളിക്കുന്നു. അടുത്തത് സിദ്ധി സാധന. എല്ലാവരുടെയും വിജയങ്ങൾക്കുള്ള മാർഗമാണ് സിദ്ധിക്കുള്ള സാധനം. സാധനം എന്ന് പറഞ്ഞാൽ മാർഗം. സിദ്ധേ ക്രിയായാഹ സാധകത്വാത് സിദ്ധി സാധന എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. അതായത് സിദ്ധിരൂപമായ ക്രിയയെ അല്ലെങ്കിൽ ആഗ്രഹ സാധ്യത്തിനുള്ള മാർഗങ്ങളെ സാധിപ്പിക്കുന്നതിനാൽ അല്ലെങ്കിൽ നൽകുന്നതിനാൽ സിദ്ധി സാധനൻ. ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള മാർഗവും ഭഗവാൻ തന്നെയാണ്. ഭഗവാനെ ആശ്രയിക്കുക മാത്രമാണ് ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ഏക വഴി. സാധിക്കാനുള്ള ലക്ഷ്യവും അതിനുള്ള മാർഗവും ഭഗവാൻ തന്നെ. ഏത് കാര്യവും ചെയ്യണമെങ്കിൽ അതിന് 3 ശക്തികൾ ആവശ്യമാണ്: ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാകണം. ആ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിയാനുള്ള കഴിവുണ്ടാകണം. അറിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം നേടാൻ വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാകണം.
ഇതാണ് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഭഗവാൻ തന്നെയാണ് ഈ 3 ശക്തികളും. ഭഗവാൻ തന്നെയാണ് ഈ ശക്തികളും. ശക്തികൾ മനുഷ്യർക്ക് കൊടുക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ശ്ലോകത്തിലെ എല്ലാ നാമങ്ങളും കണ്ടുകഴിഞ്ഞു. അടുത്തത് ശ്ലോകം 28 അടുത്ത ഭാഗത്തിൽ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.